ഹലോ, എല്ലാവർക്കും ജിഞ്ചർ ടോസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കേരള സ്പെഷ്യൽ ഉണ്ണിയപ്പം റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് പൗഡേർഡ് ശർക്കരയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ 1 കപ്പ് ശർക്കര എടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് മെൽറ്റ് ചെയ്യുക. ഒരു പാനിനകത്തേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കണം. ഗ്യാസ് ഓണാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി പൗഡേർഡ് ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പൊയ്ക്കോളും. ഇനി വേറൊരു പാനിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു 1/3 കപ്പ് തേങ്ങാപ്പൂൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ചെടുത്താൽ മതി തേങ്ങയുടെ ക്വാണ്ടിറ്റി. എന്നിട്ട് ഇതിന് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പം നെയ്യോടുകൂടി തന്നെ ഈ അരിപ്പൊടിക്കകത്തേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഉരുക്കി വെച്ച ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും കരടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ കരടൊന്നും ഇല്ലായിരുന്നു. ഇനിയും 3 പഴമാണ് ഞാനിവിടെ അടിച്ചെടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 പഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ പഴം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തതാണ്. നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതി. അതിനകത്തേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴം ഒന്ന് മുറിച്ചിട്ടാൽ എളുപ്പമായിരിക്കും അരച്ചെടുക്കാൻ. എന്നിട്ട് അതും കൂടെ ഈ അരിപ്പൊടിക്കകത്തേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കരയ്ക്കകത്ത് 1 ഗ്ലാസ് വെള്ളം ഇട്ടാണ് ഞാൻ ഉരുക്കിയത്. അപ്പോൾ അതിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ നല്ലോണം ഇളക്കണം. ഇപ്പോഴും ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നീട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എപ്പോഴും അരിച്ചിട്ടേ ഇട്ട് കൊടുക്കാവൂ, കട്ടയൊന്നും വരാതിരിക്കാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ എള്ള്. അപ്പോൾ എള്ള് അത്ര ഇഷ്ടമല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് നല്ലോണം എള്ള് കടിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബാറ്റർ ഇപ്പം നല്ല തിക്കായിട്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ലൂസാക്കണം. അതായത് ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ എടുക്കണം ഇതിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ച് മധുരം കുറവുള്ളതുപോലെ എനിക്ക് തോന്നി ഈ ബാറ്ററിന്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ശർക്കര കൂടി എടുത്ത് മിക്സ് ചെയ്ത്. ഇതിനെ പിന്നെ ചൂടാക്കാനൊന്നും പോയില്ല, കാരണം ഇത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയിക്കോളും. പക്ഷേ ഇതിനൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം ഈ ബാറ്ററിനകത്തേക്ക് ഈ ശർക്കരയും വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നിങ്ങളെടുക്കുമ്പം ഈ ബാറ്ററിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടെങ്കിൽ പിന്നെ ശർക്കര ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. അതേപോലെ ഈ ബാറ്ററിൻ്റെ മധുരം എന്ന് പറയുന്നത് കുറച്ച് മുമ്പോട്ട് നിൽക്കണം. എങ്കിലേ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുമ്പം ആ ഉണ്ണിയപ്പത്തിന് മധുരം കാണത്തുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇളക്കി വെച്ച ബാറ്ററി നമുക്കിനി ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റ് ആയാലും മതിയായിരിക്കും. അപ്പോൾ ഞാനൊരു 30 മിനിറ്റ് വെച്ചിരുന്നു. 30 മിനിറ്റിന് ശേഷം നമ്മളിത് എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നും. അപ്പം കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് ചേർക്കണം. ഞാൻ മുമ്പേ എടുത്ത് വെച്ച ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ഒഴുകുന്നില്ല, കാരണം അതിനും ഇനി ആവശ്യമില്ല. അപ്പോൾ വെറുതെ പച്ചവെള്ളം മാത്രം ഒഴിച്ച് ഇതിനെ കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പാൻ ഒന്ന് ഓണാക്കാം, ഗ്യാസ് ഓണാക്കാം. പാൻ നന്നായി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് നിങ്ങൾ ചേർക്കണം. അപ്പോൾ ഞാൻ 1 തവിയാണ് ഒഴിച്ചിരിക്കുന്നത്.
അപ്പോൾ ആകെ 1 കപ്പ് ശർക്കര ഉരുക്കിയപ്പോൾ ചേർത്തതും പിന്നെ ഒരു 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു തവിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി. അപ്പോൾ അതിൻ്റെ കുഴിക്കകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്തും ഉണ്ടാക്കാം, വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ കുഴിക്കകത്തേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗം എന്നറിയുന്നത് പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് തീ കുറച്ചും വെക്കേണ്ട, ഒരുപാട് കൂട്ടിയും വെക്കേണ്ട. തീ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് മൊരിഞ്ഞ് പോകും, പക്ഷേ അകം വേഗത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ കളർ കാണാം. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാനായിട്ടൊരു പപ്പടക്കോലോ ഫോർക്കോ സ്ക്യൂവറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ചെയ്താൽ നമുക്ക് എളുപ്പമായിരിക്കും തിരിച്ചിടാനായിട്ട്. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടും അത് പെട്ടെന്ന് ഇളകി വരും. ഉണ്ണിയപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കുമ്പം ആ എണ്ണയൊന്ന് തട്ടി കളഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിനകത്തേക്ക് ഇട്ടാൽ കുറച്ചുകൂടെ അപ്പോൾ ഉള്ള എണ്ണയൊക്കെ ഒന്ന് പൊയ്ക്കോളും. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ ബാച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഈ ഉണ്ണിയപ്പക്കാരയ്ക്കകത്ത് 7 ഹോളുണ്ട്. ഇങ്ങനെ ഞാനൊരു 5-6 പ്രാവശ്യം ചെയ്തു. എനിക്ക് 42 ഉണ്ണിയപ്പം കിട്ടി ഈ ഒരു ക്വാണ്ടിറ്റി അരിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് നേരെ പകുതിയാക്കിയാൽ മതി. 1 കപ്പ് അരി, 1/2 കപ്പ് ശർക്കര, ഒരു പഴം, അതുപോലെ ബേക്കിംഗ് സോഡയാണെങ്കിലും 1/4 ടീസ്പൂൺ, അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ഹാഫ് മെഷർമെൻറ്റ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ പകുതിയാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ അകം നല്ല സോഫ്റ്റാണ്. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഹാർഡായിരിക്കും എന്നൊന്നും വിചാരിക്കല്ലേ. ഇന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആകും നമ്മൾ നെക്സ്റ്റ് ഡേ ഇത് എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഉണ്ണിയപ്പം സാധാരണ കഴിക്കാത്ത ഒരാളാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അവർക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.